നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓവനും ഗ്രില്ലും ഒന്നും ഇല്ലാതെ അൽഫാമാണ്. നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് പോലെ ഒരുപാട് ഓയിൽ ഒഴിച്ചുള്ള അൽഫാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫ്രൈ പാനിൽ വളരെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നല്ല പെർഫെക്റ്റായിട്ട് കരിഞ്ഞൊന്നും പോവാതെ അൽഫാം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 2 ചിക്കൻ്റെ തൈസ് എടുത്തിട്ടുണ്ട്. 4 പീസസാണ് ഉള്ളത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഡ്രെയിൻ ചെയ്ത് ഒന്ന് വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ്റെ തൈ പീസസാണ് അൽഫാം ഉണ്ടാക്കാൻ എടുക്കുന്നതെങ്കിൽ ജോയിൻ്റൊക്കെ ഇതുപോലെ ഒന്ന് ഒടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ഫ്ലാറ്റായിട്ട് ലെവലായിട്ട് കിട്ടും. അപ്പോൾ ഫ്രൈ പാനിൽ അൽഫാം ഉണ്ടാക്കാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഒരുപോലെ എല്ലാ സ്ഥലവും കുക്കായി കിട്ടാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ അവിടെ ഇവിടേക്ക് ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കും. അപ്പോൾ ചില സ്ഥലം മാത്രം കുക്കാകും, അല്ലാത്ത സ്ഥലം കരിയിട്ട് കുക്കാവേയില്ല. കുക്കായ സ്ഥലം കരിഞ്ഞും പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ 4 പീസ് ഞാൻ അതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് വിതറി കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി വിതറി കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. കട്ടത്തൈരാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 15-20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയത്ത് നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി മസാലയൊക്കെ അരച്ച് വരുന്നത് വരെ ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 2 കഷ്ണം ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു 10-12 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇങ്ങനെ പിളർന്നെടുത്ത കാരണമാണ് ഒരുപാടുള്ള പോലെ തോന്നുന്നത് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഒരു പകുതി സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് തക്കാളിയുടെ പകുതി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ പച്ചമല്ലി, 3 ഏലക്ക, ഒരു 6-7 കറിയാമ്പൂ, 1 ടീസ്പൂൺ കുരുമുളക്, ഒരു 2 ടീസ്പൂൺ ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അല്പം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. വേറെ വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി ഈ മസാല ഒന്ന് ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒലീവ് ഓയിൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചിക്കനിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 4 മുതൽ 6 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വരും. എനിക്കിവിടെ ഒരു 4 മണിക്കൂർ മാത്രം സമയം കിട്ടിയുള്ളൂ ഫ്രിഡ്ജിൽ വെക്കാൻ. എന്നിട്ട് ഇപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഫ്രൈ പാനിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം. എന്നിട്ട് മറിച്ചിട്ടിട്ട് വീണ്ടും 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒന്ന് വേവിക്കണം. അതിനുശേഷം അടച്ച് മൂടി ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ അങ്ങോട്ട് ലൂസായി ഇറച്ചിയുടെ വെള്ളമൊക്കെ ഒന്ന് വിട്ടിട്ട് അത് വറ്റി വരും. അതിനുശേഷം നമുക്ക് തുറന്ന് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം അല്പം ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒലിവ് ഓയിൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ ബട്ടറോ നല്ലെണ്ണയോ ആയാലും മതി. അൽഫാം ഉണ്ടാക്കാൻ സാധാരണ യൂസ് ചെയ്യാറ് ഒലിവ് ഓയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ബാക്കി 2 ചിക്കൻ പീസും ഇതുപോലെ വേറെ ഫ്രൈ പാനിലിട്ട് കൊടുക്കണേന് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ അരപ്പൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും, നന്നായിട്ട് കുക്കായി കിട്ടിയില്ല, മൊരിഞ്ഞു വരേയില്ല. അപ്പോൾ ആദ്യം വെച്ച ഫ്രൈ പാനിൽ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. പക്ഷെ കുറച്ചൊക്കെ ഇങ്ങനെ കരിഞ്ഞ പോലെ വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വരാതിരിക്കാനായിട്ട് രണ്ടാമത്തേൽ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതിൻ്റെ അരപ്പൊക്കെ ഒരുവിധം വെന്ത് മൊരിഞ്ഞ് വന്നപ്പോൾ ഞാനൊരു ചെറിയ പാത്രത്തിലേക്ക് അതിങ്ങനെ മാറ്റിയിട്ടുണ്ട്. ഈ അരപ്പിരുന്നാണ് കരിഞ്ഞു പോണത്. അപ്പോൾ ഈ അരപ്പെടുത്തിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതും ഒരുവിധം ഫ്രൈ ആയതിന് ശേഷം ഈ അരപ്പ് വീണ്ടും അതിനകത്തേക്ക് ചിക്കനിലേക്ക് തന്നെ തേച്ച് കൊടുത്തു. എന്നിട്ട് വീണ്ടും ഒരു 5 മിനിറ്റും കൂടെ ഫ്രൈ ചെയ്തെടുത്തു. നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന അതേ സ്മെല്ലും ടേസ്റ്റൊക്കെയാണ് ഉണ്ടായത്. അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റി.
ഇത് ഫ്രൈ ചെയ്ത് വന്നപ്പോഴത്തേക്ക് മറ്റേത് രണ്ടാൾ അകത്താക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെ ഫോട്ടോ ഒരുമിച്ച് എടുക്കാൻ പറ്റിയില്ല. മണം അടിച്ചിട്ട് ഫോട്ടോ എടുക്കാനുള്ള ക്ഷമയൊന്നും അവർക്ക് ഉണ്ടായില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ അൽഫാം ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.